This news is sponsored by പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുവാൻ പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. എല്ലാവർക്കും നമസ്കാരം. ഷാനു എന്ന് പറയുന്ന മാളക്കാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വേറിട്ട ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം, മാള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച ഒരു ദിവസം രാവിലെ 13 വർഷമായിട്ട് മുടങ്ങാതെ അവിടെയുള്ള രോഗികൾക്ക് ചായയും ബ്രെഡും കൊടുക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ ഷാനു എന്ന ഈ മാളക്കാരൻ ചെയ്തു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കാണാതെ പോകരുത്. കാരണം 13 വർഷം എന്ന് പറയുന്നത് അത് ഒരു നിസ്സാര കാര്യമല്ല. എങ്ങനെയാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ഷാനുക. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ 13 വർഷം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അല്ലേ? ഒരു സംരംഭം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവകാരുണ്യം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നമ്മ തന്നെ സാധാരണ ചായ കുടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ 13 വർഷമായിട്ട് ഷാനു എന്ന് പറയുന്ന താങ്കൾ ഇതെങ്ങനെയാണ് ആരംഭിച്ചത് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പിള്ളേര് വന്നിട്ട് അവിടെ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ ആകെ ഒരു ചായക്കട ഉള്ളൂ. അത് ഞായറാഴ്ച തുറക്കാറില്ല. അപ്പൊ അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ രോഗികൾക്ക് ഒന്നില്ലെങ്കിൽ ചായ കുടിക്കാനായിട്ടൊന്നുമില്ലെങ്കിൽ മാളയിലേക്ക് വരണം, അല്ലെങ്കിൽ കോട്ടമുറിക്കലേക്ക് പോകണം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കിലെടുത്തിട്ടുണ്ട്. പിള്ളേര് പറഞ്ഞു നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പൊ സ്റ്റാർട്ടിങ് എന്ന നിലക്ക് ചായയും പാർലേജ് ബിസ്ക്കറ്റുകളും നമുക്ക് കൊടുത്തായിരുന്നു. ശരി. അപ്പൊ അതൊരു 3-4 വർഷം അങ്ങനെ പോയി. അപ്പൊ ആരെങ്കിലും ഒക്കെ ആയിട്ട് പിള്ളേർ തന്നെ എന്തെങ്കിലും വരുമാനത്തിന് എന്തെങ്കിലുമൊക്കെ തന്ന് മുന്നോട്ട് പോയിരുന്നതാണ്. പിന്നെ അത് കാലക്രമേണ എല്ലാവരും അതിൽ നിന്ന് പിന്മാറി. ഞാൻ ഒറ്റയ്ക്കായി. അതിനനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഈ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു നേരത്തെ വിശപ്പ് മാറാതായി. അപ്പൊ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ബ്രെഡിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ പിന്നെ ചിലവ് കൂടി തുടങ്ങി. ചിലവ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. പലവരോടും ഞാൻ ചോദിച്ച്, ചിലവര് ചീത്ത പറഞ്ഞു തുടങ്ങി, ചിലവര് 10 പ്രാവശ്യം ചോദിക്കുമ്പോൾ 1 പ്രാവശ്യം തരും. പിന്നെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഇപ്പൊ ഈ ഒരു കാര്യത്തില് നിങ്ങൾ മാത്രമുള്ളൂ ഈ രംഗത്ത്? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു ജ്യേഷ്ഠൻ, ആളുടെ വീട് പുത്തഞ്ചിറയാണ്. ആളിത് കൊടുക്കാനായിട്ട് സഹായിക്കാൻ വരും. എല്ലാ ഞായറാഴ്ചകളും അത് ഞായറാഴ്ച ഒരു 8:30 ആള് വരും. ആള് വന്നിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ സഹായിച്ചിട്ട് പോകും. പിന്നെ ആൾക്കെന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരനാണ്. ഒരു ലിമിറ്റ് ഉണ്ട്. ഈ 13 വർഷമായിട്ട് നമ്മൾ ഒറ്റക്കാണ് കാര്യങ്ങൾ ചെയ്തു. 13 വർഷമായിട്ട് ഞാൻ ഒറ്റക്ക് ചെയ്യണം. അതായത് ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടായി വന്നത് എന്താണ് അത് പിന്മാറാതെ ഉള്ള ഒരു കാരണം? അതായത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഒരുപാട് പൈസ ഇതിന് ചെലവാവില്ലേ? പൈസ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനനുസരിച്ചിട്ട് നമുക്ക് പൈസ ചിലവാകും. ചിലപ്പോൾ 700 രൂപ വരും, ചിലപ്പോൾ 1200 രൂപ വരും. ഇപ്പൊ പേഷ്യന്റെ എണ്ണം കൂടുന്ന അവിടെ ആളുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ചെലവ് കൂടും. ഇപ്പൊ ചിലപ്പോ ഒരു 8 പാക്കറ്റ് പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായയുടെ കാര്യം ഓക്കെ. ഈ ഒരു കാലയളവിൽ എപ്പോഴെങ്കിലും മുടങ്ങിയിട്ടുണ്ട്? കൊറോണ സമയത്ത് കുറച്ച് നാൾ മുടങ്ങിപ്പോയി. അതല്ല നമ്മൾ ഇതുവരെക്കും മുടക്കിയിട്ടില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് താങ്കൾക്ക് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പലരും കണ്ടിട്ട് കണ്ടില്ല എന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് പാർട്ടിക്കാരെ ഏറ്റെടുക്കൂല്ലേ ചോറ് പൊതി കൊടുക്കണല്ലേ. ഞാൻ പറഞ്ഞ ചോറും പൊതിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് ആദ്യം കാണാം. നമ്മളുടെ ചുറ്റുവട്ടം നടക്കുന്ന ആദ്യം കാണാം. അത് ശ്രദ്ധിക്കുക. അപ്പൊ ചിലവര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് അവർക്ക് പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പരസ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യില്ല. അതായത് ഇത് കൊടുക്കുന്ന സംഭവം ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേരിൽ അപ്പൊ അതിന് നമുക്ക് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ അവർക്കത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് അത് പറ്റില്ല, ഞാൻ ചെയ്യണം. അവരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മളത് അനുവദിച്ചില്ല. ഹോസ്പിറ്റലിൽ ഇത് കൊടുക്കുമ്പോ അതായത് രാവിലെ കഴിക്കാൻ വരുന്നവരുണ്ടല്ലോ, അവർക്ക് എന്താണ് സാധാരണ പറയാറുള്ളത്? അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ വെറുതെ തമാശ രൂപത്തിലല്ല മറ്റുള്ള രീതിയിലുള്ള ചായ കൊടുക്കുന്നത്. നമ്മ ചായ കൊടുക്കുന്ന ഏലക്കായ, കറുകപ്പട്ട, കരയാമ്പൂ നല്ല രീതിയിൽ തന്നെ പരമാവധി സുഖം തോന്നുന്ന രീതിയിലാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഞാൻ കൊണ്ടുപോകുന്ന ചായ അവിടുത്തെ ഡോക്ടർമാരും സ്റ്റാഫുകളും മാത്രം കുടിക്കുന്നുണ്ട്. അപ്പൊ അവരിതുവരെക്കും കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ ചില ദിവസം മാത്രമേ ഒരല്പം മധുരം കൂടിയെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ചായക്ക് ഇതുവരെക്കും കുറ്റം പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സ് എന്താണ് പറയുന്നത്? ഡോക്ടേഴ്സൊക്കെ നമുക്ക് അനുകൂലമായിട്ട്. ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഒരു പാർട്ടി ബേസിൽ ഒരു ആൾക്കാർ വന്നപ്പോ അവര് അനുവദിച്ചില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് അവര് ചായ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് കുഴപ്പമില്ലാതെ പോയി. പിന്നെ ചില വ്യക്തികളുണ്ട്, ചിലപ്പോൾ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് പറയും നമുക്ക് അപ്പവും കറിയും കൊടുക്കാന്ന് പറയുമ്പോൾ
അപ്പം നമ്മൾ പുറത്ത് ഏൽപ്പിക്കും, കറി ഞാൻ ഉണ്ടാക്കും, ചായയും തിളപ്പിക്കും, അവർ പൈസ തരും. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്കൊരു കാര്യം പറയാനുള്ളത്, അതായത് ഇപ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ മാളയിൽ നടക്കുന്നുണ്ട് അല്ലേ, അതായത് ഒരുപാട് ഫുഡുകൾ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംരംഭം ഈ 13 വർഷക്കാലത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് എന്താ പറയാ, ഇപ്പോ പാഥേയം എന്ന് പറഞ്ഞൊരു സംരംഭം മേലടൂരുണ്ട്, അറിയില്ലേ? അതായത് എല്ലാ ദിവസവും 12 മണിക്ക് ഫുഡ് കൊടുക്കുന്നത്. അതായത് എല്ലാ ദിവസവും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ ഒരു ദിവസം ആ ഒരു അന്നം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും താങ്കൾക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ഈ ഒരു 13 വർഷം താങ്കൾ ഇത് കൊണ്ടു നടന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല. അപ്പോൾ പാവപ്പെട്ടവർക്ക്, അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ വരുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് ആരോടെങ്കിലും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോളേജുകളിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഫംഗ്ഷൻസ്, കല്യാണം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന അവരോടുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമുക്ക് നമ്മളായിട്ട് ആരെയും സമീപിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കി വരുന്ന ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ നമ്മൾ എത്തിച്ച് കൊടുത്തിട്ടുമുണ്ട്. അതെന്താണ് ജോലി താങ്കൾക്ക്? ശരി, എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെവൻസ് സ്കൂളിൽ ഡ്രൈവറാണ്. ശരി. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ലിക്വിഡിന്റെ പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ്. കാരണം ഞാൻ ഇപ്പൊ ചെയ്യുന്ന 2 ജോലി കൊണ്ട് എന്റെ മുന്നോട്ട് വീട്ടിലെ ചിലവ് മാത്രം നടക്കുന്നു. ശരി ശരി. അതായത് നമ്മളുടെ മനസ്സിലുള്ള ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ജോലി നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനൊരു അഭിനന്ദനം നമുക്ക് ഷാനുവിന് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ ആ ഒരു വേദന മനസ്സിലാക്കി, അല്ലെങ്കിൽ അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ തന്നെ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് അവർക്ക് ആരുടെ മുമ്പിലും പോയി കൈ നീട്ടാതെ അല്ലെങ്കിൽ ആരോടും ചോദിക്കാതെ ചെയ്യാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതൊരു സെല്യൂട്ടാണ് ശരിക്കും. അപ്പോൾ പറയാനുള്ളത് നമുക്ക് ഇത്ര മാത്രമാണ്. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരണം ഷാനുവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതായത് പൈസ കൊണ്ടല്ല, അന്നം. ആഴ്ചയിൽ ഞായറാഴ്ചകളിലാണ് ഷാനു ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാളയിൽ നടക്കുന്ന ഒരുപാട് കല്യാണങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് നടക്കാറുണ്ട്, ഒരുപാട് ഫുഡുകൾ വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പർ ഷാനുവിൻ്റെയാണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഷാനു പോയി എടുത്തോളൂല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അന്നൊരു സ്പെഷ്യലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എന്താ പറയാ, പട്ടിണിയായിട്ട് ഇരിക്കുന്ന അവരുടെ വിശപ്പ് അകറ്റാനുള്ളൊരു മാർഗമായിട്ട് മാറും. അപ്പോൾ ഈ എന്തെങ്കിലും പേരുണ്ട് അതിന്? ഇത് നമ്മൾ തുടങ്ങിയ അവസരത്തിൽ കൈത്താങ്ങെന്നും പറഞ്ഞിട്ടാണ് ഇതിട്ട് പേരുണ്ടായിരുന്നു. ആ കൈത്താങ്ങിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴും. അപ്പൊ അങ്ങനെ ആ ഒരു പേര് തന്നെ മുന്നോട്ട് പോട്ടെ. കൈത്താങ് എന്ന് പറയുന്ന ഷാനുവിന്റെ 13 വർഷമായ ഒരു സംരംഭം എന്ന് പറയാനായിട്ട് ഷാനുവിന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൈത്താങ് എന്നൊരു സംരംഭം ഇപ്പോഴും നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തം ജോലി കണ്ടെത്തിയിരിക്കുകയാണ് ആ ഒരു ഫുഡ് വാങ്ങാനായിട്ട്. കാരണം എല്ലാവരുടെ അടുത്തും പോയി എല്ലാ സമയം ചോദിച്ചാൽ ഉണ്ടാകില്ലേ? അത് ആരുടെയും കുറ്റം കണ്ട് കാര്യമില്ല, മനുഷ്യന്റെ അവസ്ഥയാണ്. അപ്പോൾ ഷാനുവിനെ സഹായിക്കാനുള്ളവർ ഈ നമ്പറിൽ വിളിക്കണം. അതായത് ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷാനു വന്ന് എടുത്തോളും, പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിച്ചോളും. അപ്പോൾ ഇത്ര നേരം ഇങ്ങനെയൊരു അഭിമുഖത്തിന് മനസ്സ് കാണിച്ച ഷാനുവിനും കൈത്താങ്ങിനും 1000 നന്ദി അർപ്പിക്കുന്നു. ഇങ്ങനെയൊരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജീവകാരുണ്യ പ്രവർത്തനം മാളയിൽ പടർന്ന് പന്തലിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി. പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുവാൻ പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നല്ല നാടൻ താറാവും നാടൻ കോഴിയും കാട, മുയൽ, ബീഫ്, മട്ടൻ ഇതെല്ലാം ഇളന്തിക്കരയിലുള്ള പുളിക്കൽ മീറ്റ് സെന്ററിൽ ലഭ്യമാണ്. ഇറച്ചിക്കോഴികളും നാടൻ താറാവും ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. ഫോൺ നമ്പർ 9747474000. മറ്റൊരു നമ്പർ 9446487539. പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര.